മറാഠി വിഭാഗം ആളുകൾ ജീവിക്കുന്ന മേഖലകളിൽ സഞ്ചരിച്ച് അവരുടെ വീടുകളിൽ പോയി ഭാഷാ പദങ്ങളൊക്കെ ശേഖരിച്ച് ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പതിപ്പ് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകും. ഇത് വായിച്ച് ആ ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് നേരത്തെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ കണ്ണപ്പ നായിക്ക് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കും. നിലപാടത്തിൻ്റെ സ്റ്റുഡൻറ് ലീഡറായിട്ടുള്ള അമല്യ ഇത് ഏറ്റുവാങ്ങുകയും ചെയ്യും. ക്ഷണിക്കുകയാണ്. കന്നഡത്തിൽ സംസാരിക്കുന്നു. മലയാളത്തിലൊന്നും പരിചയമില്ല. ಈ ನಾಡಿನ ಟಾಗೂರು ವಿದ್ಯಾಲಯ ಊರಿನ ಮಕ್ಕಳೇ, ಈ ವೇದಿಕೆಯ ಆಸೀನರಾದ ಅಧ್ಯಕ್ಷ, ಉದ್ಘಾಟಕರೇ ಹಾಗೂ ಇನ್ನುಳಿದ ಅಧ್ಯಾಪಕ ವೃಂದರೇ ಹಾಗೂ ಊರಿನ ಎಲ್ಲ ಸದಸ್ಯರೇ, ಈ ಚಿಕ್ಕ ಮಕ್ಕಳನ್ನು ನೋಡುವಾಗ ಕಣ್ಣು ತುಂಬ ನೋಡುವಾಗ ಕಣ್ಣಾರೆ ತುಂಬ ನಗುವನ್ನು ನಮಗೆ ತೋರಿಸುತ್ತದೆ. ಹಾಗೆ ಈ ಇಂದಿನ ಈ ನಾಡ ಕಲೋತ್ಸವದ ಬಗ್ಗೆ ನನಗೆ ಒಂದು ಚಿಕ್ಕ ಪ್ರೋಗ್ರಾಮನ್ನು ಇಲ್ಲಿ ನೆರವೇರಿಸಬೇಕಾಗಿ ನಮ್ಮಲ್ಲಿ ವಿನಂತಿಸಿದರೆ, ಅದರಿಂದ ಈ ವಿನಂತಿ ಮೇರೆಗೆ ನಾವು ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಇಲ್ಲಿ ನೆರವೇರಿಸಲಿದ್ದೇವೆ. ಇಷ್ಟು ಇನ್ನಷ್ಟು ಈ ವೇದಿಕೆಯನ್ನು ಸಂಪೂರ್ಣವಾಗಿ ನೀವು ಕುಳಿತು ಗಮನಿಸಬೇಕಾಗಿ ನನ್ನ ಕೋರಿಕೆ. ನಿಮಗೆಲ್ಲರಿಗೂ ನನ್ನ നമസ്കാരങ്ങൾ. വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനായ ശ്രീ CM മാഷ്, കണ്ണപ്പ നായിക്ക്, മിസ്റ്റർ ജിജി, സ്കൂൾ പ്രിൻസിപ്പൽ ഫ്രാൻസിസ് കേനാനി, വിഷ്ണുവ, അതുപോലെ PTA-യുടെ അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥിമാരെ, അനിയത്തിമാരെ, ഞാൻ കൂടുതലായൊന്നും നിങ്ങളെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം സമയം വൈകിയിരിക്കുകയാണ്. നമുക്കറിയാം, നാടൻ കലാമേളയുടെ ബന്ധപ്പെട്ട പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. നിങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനകരവും പഠന വിഷയവുമൊക്കെ ആയിരിക്കുകയാണ്. അത് ഗൗരവമായി കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളായ നിങ്ങൾ, മാതാപിതാക്കൾ ഇതുമായിട്ട് കൂടുതലായിട്ട് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതെല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കറിയാം, കല ദൈവീകമാണ്. കല പ്രകൃതിയുടെ പ്രതിഫലനമാണ്. അപ്പം കലയെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് ഈശ്വരനെ നമ്മൾ സ്വായിക്കുന്നത് പോലെയാണ്, ഈശ്വരനെ സ്വീകരിക്കുന്നത് പോലെയാണ്. അപ്പം നമ്മൾ കലയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രാചീന കലകൾ എന്തൊക്കെയായിരുന്നുവെന്നും ഇപ്പം നിലവിലുള്ള കലകൾ എങ്ങനെയാണെന്നും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമായിട്ടുള്ള അവസരമായി ഈ മേള ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും ഇത് മനസ്സിലാക്കി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, അധ്യാപകരതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, മാതാപിതാക്കൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കത് പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള കുട്ടികളെ, മാതാപിതാക്കളെ, ടീച്ചേഴ്സെ, മലയോര വിദ്യാഭ്യാസ മേഖലയിൽ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് നൂതനവും വൈവിധ്യമാർന്നതുമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മേഖലയ്ക്ക് കുട്ടികൾക്കും ഒരുപാട്
കുട്ടികളെയും ഒരുപാട് പുരോഗതിയിലേക്ക് നയിച്ച ഒരു പ്രസ്ഥാനമാണ് ജോയ് സാറിൻ്റെ നമ്മുടെ ടാഗോർ പബ്ലിക് സ്കൂള്. ഈ ടാഗോർ പബ്ലിക് സ്കൂളിൽ നമുക്കറിയാം, ഇന്ന് മതങ്ങളെയും മതമൂല്യങ്ങളെയും നിരാകരിച്ച ആധുനിക മനുഷ്യന് ലാഭവും നഷ്ടവും കൂട്ടിക്കിഴച്ച് കുടുംബ ബന്ധങ്ങൾ പോലും നിലനിർത്തുന്ന ഈ കാലത്ത് ആ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് അവർ നമ്മുടെ ഈ മേഖലകളിലേക്ക് വരുന്നത്. പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്ത്, ക്ലാസ് മുറികൾക്ക് അപ്പുറത്ത് ഒരു ലോകമുണ്ടെന്നും ആ ലോകം എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ എനിക്ക് സാധിക്കുമെന്നും അതിന് ഈ ടാഗോർ പബ്ലിക് സ്കൂള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം കാർ നന്നാക്കാൻ അറിയാത്ത മെക്കാനിക്കൽ എഞ്ചിനീയറും, സ്വന്തം കൃഷിയിടത്ത് നിന്ന് തേങ്ങ പറിക്കാൻ അറിയാത്ത കൃഷി ഓഫീസറും, സ്വന്തം പശുവിനെ കറക്കാൻ കഴിയാത്ത വെറ്ററിനറി സർജനും നമ്മുടെ നാടിനെ ബലമേകുമ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുട്ടികൾ നെല്ല് കായ്ക്കുന്ന മരം അന്വേഷിച്ച് നടന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഉത്തരമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂൾ സംഘടിപ്പിച്ച പല പുഷ്പ പ്രദർശനം. അങ്ങനെ നൂതനമായ മാർഗത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ തലമുറയ്ക്കും നമ്മുടെ നാടിനും ചെയ്യുന്ന ടാഗോർ പബ്ലിക് സ്കൂളിന് PTA കമ്മിറ്റിയുടെ എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാ വിദ്യാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രക്ഷിതാക്കൾ, പ്രിയ കുഞ്ഞുങ്ങളെ, അതുപോലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഇന്ന് വളരെ അഭിമാനപൂർവ്വമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വിനയചന്ദ്രൻ മാഷ് പറഞ്ഞു തന്നതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. ഒരു ഓണത്തിന് സദ്യ കഴിച്ചതുപോലെയല്ല, സംതൃപ്തമായിരിക്കുന്നു. ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമുക്കിന്നിവിടെ ഒരുക്കാൻ സാധിച്ചത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മളുടെ പൈതൃകത്തെക്കുറിച്ചും ഒക്കെ അറിയുവാനുള്ള ഒരു അവസരമാണിത്. ഇതിനു വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ. പ്രിൻസിപ്പൽ, അതുപോലെ ചെയർമാൻ സാറ്, വൈസ് പ്രിൻസിപ്പള്, അധ്യാപക സുഹൃത്തുക്കള്, അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് മേഖലയിലുള്ള ഡ്രൈവേഴ്സ്, നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവർക്കും, അതുപോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്തു തീർക്കുമെന്ന് വിചാരിച്ച ഒരു സമയത്ത് നമുക്ക് കിട്ടിയ കുറച്ച് സ്പോൺസേഴ്സ്, അവരുടെ വിലയേറിയ ഒരു വിധവയുടെ കൊച്ചുകാശ് എന്ന പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിലയേറിയ കാര്യമാണ് നമ്മുടെ സ്പോൺസേഴ്സ്. അവർക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ മേളയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഞാനിവിടെ വന്നപ്പോഴും നമ്മുടെ ഡ്രൈവർ സഹോദരന്മാര് ഈ കലാമേളയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറക്കം പോലും ഒഴിഞ്ഞ് പ്രവർത്തിക്കുകയായിരുന്നു. അവരെ ഈ സ്കൂളിന് വേണ്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കളങ്കമില്ലാതെ പ്രവർത്തിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രിൻസിപ്പലിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും നിർദ്ദേശം അനുസരിച്ച് അവർക്ക് ഒരു ഉപഹാരമായിട്ട് ഈ സന്ദർഭത്തിൽ ഒരു ഉപഹാരം നൽകുകയാണ്. നിങ്ങളുടെയൊക്കെ അനുവാദം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനിയുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, പ്രപഞ്ച വീണയുടെ കാറ്റേറ്റ് താനെ പാടുന്ന ഒരു വിഭജികയാണ് കലാഹൃദയം. കലാഹൃദയങ്ങളുടെ ഓർമ്മച്ചെപ്പുകൾ തുറക്കുന്ന ടാഗോർ സ്കൂളിൻ്റെ കലാമേള ആഘോഷിക്കുന്നവർക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ തനിമയും സംസ്കാരവും തിരിച്ചറിയുന്ന ചില നാടൻ കലകളുടെ ദൃശ്യാവിഷ്കാരം കാണാനും കേൾക്കാനുമാണല്ലോ. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി രാജേഷ് സാറും പ്രിൻസിപ്പൽ സാറും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഇനി എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഫ്രാൻസിസ് കെ മണി സാർ ഇങ്ങനെയൊരു പരിപാടി ഈ സ്കൂളിൽ സംഘടിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് സാറാണ്. സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
വളരെയധികം തിരക്കുള്ള ഒരു വ്യവസായ പ്രമുഖനാണ് നമ്മുടെ ചെയർമാൻ ശ്രീ ജാഫർ കുരുവിള. ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും നമ്മളോട് കൂടി ആയിരിക്കുവാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കവിയും സാംസ്കാരിക പ്രഭാഷകനും മലയാറ്റൂർ അവാർഡ് ജേതാവുമായ വ്യക്തിയാണ് ശ്രീ വിനയ് ചന്ദ്രൻ മാസ്റ്റർ. വളരെ തിരക്കുള്ള ആളാണ് അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത സാറിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ നല്ലപാട കൂട്ടുകാർ തയ്യാറാക്കിയ പുസ്തക പ്രകാശനം നടത്തിയ ശ്രീ അണ്ണപ്പ നായക് നല്ലൊരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സക്രി എന്ന കലാവിരുന്ന് നമ്മൾ കാണാൻ പോവുകയാണല്ലോ. ഇങ്ങനെ ഒരു കലാവിരുന്ന് ഒരുക്കിയ അദ്ദേഹത്തിനും സംഘത്തിനും എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ രാജേഷ് സാറാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് സാറാണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുകയുണ്ടായി. സാറിനും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ആശംസാ പ്രസംഗം നടത്തിയ നമ്മുടെ PTA മെമ്പർ ശ്രീ ജിജി കുര്യൻ, അസിസ്റ്റന്റ് മാനേജർ ശ്രീജ മാഡം എന്നിവർക്കും എൻ്റെയും സ്കൂളിൻ്റെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിലെ സ്പോൺസേഴ്സിനെ ഞാൻ ഈ വേദിയിൽ അനുസ്മരിക്കുന്നു. യാതൊരു മടിയും കൂടാതെ ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അവർ നൽകി. അവർ ഓരോരുത്തർക്കും എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി കാണാനും ഇത് ആസ്വദിക്കാനും ഇവിടെ എത്തിയ എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു.
പാലാടിയിൽ പള്ളി കൊള്ളും
രീതിയിൽ ഉയർന്നു വന്ന നാടൻ നൃത്ത രൂപമാണിത്. ചോര വിയർപ്പാക്കിയ മണ്ണിനെ സ്നേഹിച്ച് വേഷപകർച്ചയിൽ ഭാഷാശൈലികളിലും ഏറെക്കുറെ വ്യത്യാസമുള്ള ഒരു നൃത്തമാണിത് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കുക. ഞങ്ങൾ ആരംഭിക്കുകയാണ്. മണ്ണ് തേടിയ മഴവോ മനം തേടിയോ ഇന്നലെ പെയ്ത മഴ മണിന്ന് പുറത്തോ എന്നെ വെച്ച മണ്ണേ എനിക്ക് ധനം തേടിയോ ദിക്കി തെളിയണോ ദേശം തെളിയണോ മണ്ണു തെളിയണം മായ തെളിയണം മാലൊഴി മണ്ണ് തെളിയണം.
ಕಾರ್ಯಕ್ರಮವನ್ನು ವೇದಿಕೆಯಲ್ಲಿ ನಾವು ಈಗ ನಡೆಸ್ತಾ ಇದ್ದೇವೆ. ಎಲ್ಲರೂ ಸೂಕ್ಷ್ಮವಾಗಿ ನೋಡಿದರೆ ಮಾತ್ರ ಈ ಕಾರ್ಯಕ್ರಮದ ತಿರುಳು ನಿಮಗೆ ತಿಳಿಯಬಹುದು. ಸದ್ಗುರಿ ಆರಂಭಿಸುವುದು. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನಪ್ಪ, ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನವ್ವ, ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಗಟ್ಟದ ಮೇಲಿಂದ ಬಂದೇನಪ್ಪ, ಗಟ್ಟದ ಮೇಲಿಂದ ಬಂದೇನಪ್ಪ. ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಗಟ್ಟದ ಮೇಲಿಂದ ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಅರಸರ ಮದುವೆಯಂತೆ ಸಡಗರದಿಂದಲೇ, ಅರಸರ ಮದುವೆಯಂತೆ ಸಡಗರದಿಂದಲೇ, ಅವಸರದಿಂದಲೇ ಬಂದೇನಪ್ಪ, ಅವಸರದಿಂದಲೇ ಬಂದೇನಪ್ಪ. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಘಟ್ಟದ ಮೇಲಿಂದ ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಘಟ್ಟದ ಮೇಲಿಂದ ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನಪ್ಪ. ಘಟ್ಟದ ಮೇಲಿಂದ ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನವ್ವ. ಅರಸರ ಮದುವೆಯಂತೆ ಸಡಗರದಿಂದಲೇ, ಅರಸರ ಮದುವೆಯಂತೆ ಸಡಗರದಿಂದಲೇ, ಅವಸರದಿಂದ ಬಂದೇನಪ್ಪ, ಅವಸರದಿಂದ ಬಂದೇನಪ್ಪ. ಕುದುರೆನ ಏರಿಕೊಂಡು ಬಂದೇನಪ್ಪ, ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನವ್ವ. ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನವ್ವ. ನಾವು ಊರೂರು ತಿರುಗುತ್ತಾ ಬಂದೇನವ್ವ. ಗುರಿಕಾರಿಯ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳನ್ನು ನೋಡಿಕೊಳ್ಳುವ ಜನ ಗುರಿಕಾರ್. तुम्ही किसुंबा इल्ले हो बारे दोस्त लले गट्टार सु मडकेरी गट्टा कर अंडे पैसा मेरे ये चल्ला अंदू पावत नाही अक्के इल्लेवा तुम्ही कॉल करले आम्ही आमच्या फॅन माझ्या कुटुंब अक्के इल्ले माझ्या एक माहिती बरं या माझे बाळ नमस्कार हो या कोण आहे नमस्कार संगीत संगीत पद्य होता पद्य पद्य होता पद्य पद्य आधी सांगत येतं योग पद्य सांगत का ये कातक मामा नाही तर मामी तो विना ये कातक मामी तो विना डिप्लन होत रे ये कातक मामी मामा तो विना दोंडन होत
ಹೊರಗಾದರೆ ಕೊಯ್ತನ ಹೊರಗಾದರೆ ದೊಡ್ಡನ ಹೊರಗಾದರೆ ಕೊಯ್ತನ ಹೊರಗಾದರೆ ದೊಡ್ಡನ ಹೊರಗಾದರೆ ಮನಸ್ಸಿಕೊಳ್ಳಲು ಭಾರಿ ವರ್ಷ ತೇಗಾಯ್ ತೇಗಾಯ್ ಕುದುರೆ ಕುದುರೆ पुत्र काय सपोर दिसता ना सपोर हा त्याला काढायला आपण काढत येतो आम्ही गावचं मनात काढत आलं जातो काय देतो आम्ही पुढे कोणी तर पाण्यात गेलो पुढे आम्ही गाव पाणी कुत्र्याला जातो तसं करताना कसं होईल का पाणी करताना पहिल्यांदा होईल का या पाण्यात गावचा होता ನೀರಿನಲ್ಲಿರುವುದು ಸತ್ವ ಭಾಷಾ ಭಾಷೆ आम्ही सुमार भाषा शिकवले ಪ್ರತಿಯೊಬ್ಬ ಭಾಷೆ शिकवले 4-5 भाषा शिकवलेले तवडा देशांत जनता ಗೊತ್ತ ಕೈಯ ಭಾಷಾ कोणता ना ತುಳು ಭಾಷೆ ತುಳು तुला भाषा कोणता ना ಭಾಷೆ शिकवा बघ्या शिकवा बघ्या दम वाला पिरावाला अय तुळू ಗೊತ್ತಿಲ್ಲ ತುಳು ಭಾಷೆ ದುಂಬು ಬಲ ಅಂತ ಪಿಡೆ ದುಂಬ ಬಲ್ಲ ಅಂತ ಪಿಡವೆ ಪಿರಾವಲ ಅಂತ ಪಿಡವೆ ಮೊದಲ ಭಾಷೆ ಐತೆ ಕೇರಳ ಭಾಗ ಕೇರಳ ಮಲಯಾಳ ಭಾಷೆ ಮಲಯಾಳ ಭಾಷೆ ಅವಕ ಅಮ್ಮ ಅಕ್ಕಿ ಭಾಷೆ ಅಂತ ನಮ್ಮಕ್ಕೆ ಎಲ್ಲಾ ಭಾಷೆ അറിയാം എല്ലാ നാട്ടിലും പോകുന്നുണ്ട് നമ്മൾ ഈ കാര്യക്രമം നോക്കാൻ ചെയ്യാൻ മുമ്പോട്ട് मल्याळम भाषा होता दोन भाषा झाल्या आहेत आता बदल भाषा केली होता मराठी भाषा सांगा बघा बकरी घ्या अवघ्या भाषा शिकवली बदल इतर भाषा बाकी आहे का केले हिंदी हिंदी നമ്മളെ കുതിരക്കാരുണ്ട് കുതിര നീച്ചേ बदल भाषा काय करू कुत्र्या मात्र कला निंगे पुन्हा कला ही भाषा भारी जिरी झाले आता तुम्ही काय इलेले काय आवडा म्हटलं ना तुम्ही इथे आमच्या राजाच्या वराडे तुमच्या राजाचे आमच्या राजाच्या इथे वराडे हे वराडासाठी तुम्ही इथे यायचं इथे रूट आणूया रूट आणण्यासाठी तुम्हाला आम्ही सांगितलं आता इथे तुम्ही चलावून जावे ना राजाचे हा करतो बोला नाही अरे नमस्कार होय कसं म्हणून गेले राणी होता ना हे आमच्या राणी तुझ्या राणी आमच्या गाडी का
Ayo kan bola. Bhai ये काय भाई ऐसे मुझे? दस ये तो दी बना रहा है जे बाबा है जे करा दो दस आज करा दे काय बाबा ऐसे ओ दाखला या तू करा ना तू इकडे पोरणी का करा ना या काय देवनो मी दाखवलो ओ येते करून दृष्टी करून घे जल्ला दृष्टी करा आणि हा Padali mana? Pire bapa langkat. Tombal le mana ni? Tombal le. Kedua. Kita mana tu kita tu? Ini kita terus itu bapa. Wah. Oh itu kita. Akhir ajar itu ada ni. तो काय बाबा वारे जाता ते पंपल का वज्जाने गाडी ने जायला गाडी काय करता यो भैया बंगाराचे मुत्त सोडण कडव दे मला दे रे काढतो कुणाला देतो कुणाला देतो भारी जागीर मोवाची मस्तांत तेरकुड अंडे भारी दगड मूत ना भारी दगड मूत भारी जागीरचा विषय मोवाच वाजता मोवाच वाजता दिसता मोवाच वाजता अनवती आनंद बघा
Jangan sampai waktu lah tu. അവരെ നമ്മുടെ യൂണിറ്റ്